ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീംസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ യൂസ് ചെയ്യുന്ന പ്രസ്റ്റീൻ്റെ ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള വിപ്പിംഗ് ക്രീമിനെ കുറിച്ചിട്ടാണ്. ഇത് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ 2-3 പേര് നമ്മളോട് പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിപ്പിംഗ് ക്രീമിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ്. എല്ലാ ക്രീമുകളും നമ്മൾ ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത്. പിന്നെ പ്രസ്റ്റീൻ്റെ ഇതുപോലത്തെ 1 kg പാക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. നമുക്ക് റിച്ചിൻ്റെയൊക്കെ 1/2 kg അവൈലബിൾ ആണ്. അതുപോലെ ക്യാമറയുടെയും 1/2 kg അവൈലബിൾ ആണ്. വേറെ ഏതെങ്കിലും ബ്രാൻഡ് 1/2 kg ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രസ്റ്റീൻ എന്തായാലും 1 kg ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്. വേറൊരു കേക്കിന് വേണ്ടിയിട്ട് കുറച്ച് എടുത്തതായിരുന്നു. ഓപ്പൺ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് ആ മേളിലെ ഭാഗം ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയി കിട്ടും. പിന്നെ ഇതുപോലെ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ക്രീം എപ്പോഴും നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുക. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫ്രിഡ്ജിലേക്ക് താഴേക്ക് വെച്ചതിന് ശേഷം ഒരു 2 hours ഒക്കെ കഴിയുമ്പോഴേക്കും അത്യാവശ്യം നന്നായി മെൽറ്റ് ആയിട്ടുണ്ടാവും. അതല്ല നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു കേക്ക് ഓർഡറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എളുപ്പ വഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീം പൊട്ടിക്കാതെ അങ്ങനെ തന്നെ എടുത്തിട്ട് അത് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് ആ വെള്ളത്തിൽ മുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂറും കൊണ്ട് തന്നെയൊക്കെ നമുക്ക് ക്രീം കംപ്ലീറ്റ് ആയിട്ട് ലൂസായി കിട്ടിക്കോളും. എന്നിട്ട് അപ്പം തന്നെ എടുത്ത് ബീറ്റ് ചെയ്യരുത്. വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ലൂസാക്കുന്ന ക്രീമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബീറ്റ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ക്രീം ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കുക. കാരണം ക്രീം എപ്പോഴും നമ്മൾ ബീറ്റ് ചെയ്യുന്ന ടൈമിൽ നന്നായിട്ട് തണുപ്പുണ്ടായിരിക്കണം, എന്നാൽ ലിക്വിഡ് ഫോം ആയിരിക്കണം. അങ്ങനെ വേണം ക്രീം ബീറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ ഒരുപാട് തരികളും കട്ടകളോട് കൂടി ബീറ്റ് ചെയ്യരുതെന്ന് പറയാൻ കാരണം നമ്മളത് ഫ്രോസ്റ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ അത് മെൽറ്റ് ആവാനും അതുപോലെ ക്രീം പെട്ടെന്ന് ലൂസായി പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ക്രീം നന്നായിട്ടൊരു ലിക്വിഡ് ഫോമിലായതിന് ശേഷം വേണം ബീറ്റ് ചെയ്യാനെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ബോട്ടിൽ എടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് വേണം ക്രീം എടുക്കാനായിട്ട്. കാരണം ഇതിന് ഓൾറെഡി നല്ല മധുരമുള്ള ക്രീമാണ്. അപ്പോൾ ആ മധുരവും സ്വീറ്റ്നെസ്സൊക്കെ താഴേക്ക് പോകും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ടൈമിൽ മേലിലുള്ള കുറച്ച് ഫാറ്റ് കണ്ടൻറ്റ് കുറഞ്ഞ ഭാഗമായിരിക്കും നമ്മൾ കുലുക്കിയിലെന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ കട്ടിയുള്ള ഭാഗവും അതുപോലെ തന്നെ ആ മധുരമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മിക്സായിട്ട് കിട്ടും. അതിനുശേഷം വേണം നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1 കപ്പ് ക്രീമാണ് എടുത്തേക്കുന്നത്. അപ്പം ഇപ്പം ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച ആ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അത്രയും ലിക്വിഡായിട്ടുള്ളൊരു ഫോമിലായിരിക്കണം നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ക്രീമിന് നല്ല തണുപ്പും വേണം. പിന്നെ ഈ ബൗളും അതേപോലെ തന്നെ ബീറ്റിൻ്റെ ബ്ലേഡൊന്നും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അല്ലാതെ തന്നെ നമുക്ക് ക്രീം നല്ല ഭംഗിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ബീറ്റായി കിട്ടും. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബീറ്ററിൻ്റെ ബ്ലേഡും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ബൗൾ നന്നായിട്ട് ഒന്ന് തുടച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം വേണം ക്രീം ബൗളിലേക്ക് ഒഴിക്കാനായിട്ട്. പിന്നെ ബീറ്റർ അല്ലാതെ സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്തിട്ട് ക്രീം ബീറ്റ് ചെയ്യുന്നവരുണ്ടാവാം. അപ്പോൾ 1-2 വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ സ്റ്റാൻഡ് മിക്സറിലേക്ക് ക്രീം എടുത്തതിന് ശേഷം ഫുൾ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാട്ടോ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പവുമില്ല. ബീറ്ററിലാവുമ്പോൾ മാത്രം നമ്മളൊന്ന് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. സ്റ്റാൻഡ് മിക്സറിൽ പിന്നെ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി കുറച്ചിട്ടല്ല എടുക്കാറുള്ളത്. അത്യാവശ്യം ക്വാണ്ടിറ്റി കൂട്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡ് മിക്സറിലൊക്കെ ക്രീം ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബീറ്ററിൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒരു മിനിറ്റൊക്കെ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം സെക്കൻഡ് സ്പീഡിലാക്കുക, 1 മിനിറ്റ് ബീറ്റ് ചെയ്യുക. പിന്നെ 3rd സ്പീഡിലാക്കിയതിന് ശേഷം ഒരു 3 to 4 മിനിറ്റ്സും കൂടി ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ക്രീം ബീറ്റായി കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ 1 കപ്പ് ക്രീമിൻ്റെ ടൈമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 3 to 4 മിനിറ്റ്സ് നമ്മൾ 3rd സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുന്നത് ക്രീം കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ടൈം എടുക്കും. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റാൻഡ് മിക്സറിലൊക്കെ നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം വേറെ പണിക്കൊന്നും പോകരുത്. അധികം നേരം നമ്മൾ മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ക്രീം കിട്ടില്ല. ഓവർ ബീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്കതൊരു സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ ആക്കി എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഈ ബീറ്റർ ഫസ്റ്റ് സ്പീഡിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ സെക്കൻഡ് സ്പീഡിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ടൈമർ ഒന്നും വെക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യം ആയതുകൊണ്ട് ഏകദേശം നമുക്കറിയാം എത്ര ടൈമൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഏകദേശം എപ്പോഴത്തേക്ക് നമ്മൾ സ്പീഡ് കൂട്ടേണ്ടി വരും എന്നുള്ളത്. ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മളുടെ ഫോണിലൊരു
ടൈം എന്തെങ്കിലും സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് ബീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ടുണ്ട്. ചിലരുടെ ബീറ്ററിന് 5th സ്പീഡ് വരെയൊക്കെ ഉണ്ടാവും. എൻ്റെ 3rd സ്പീഡാണ് ഉള്ളത്. 5th സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് കംപ്ലീറ്റ് സ്പീഡും ഇടേണ്ടി വരില്ല. പിന്നെ ഇട്ട് ചെയ്യുന്നവരും ഉണ്ട്. അങ്ങനെ ചെയ്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളത് ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കണം. കാരണം 3rd സ്പീഡിനേലും കൂടുതൽ ബീറ്റിംഗ് കൂടുതലായിരിക്കും 5th സ്പീഡിന്. അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഏകദേശം ഒരു 85% നമ്മുടെ ക്രീം ബീറ്റായി വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു റിങ് പോലെയുള്ളൊരു ടെക്സ്ചർ വന്നേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടുമ്പോഴാണ് അങ്ങനെ ഒരു ഫോം വരുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത്. ഒരുപാട് ഓവർ സ്റ്റിഫായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ കോട്ടിങ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ സ്റ്റേജിൽ നിങ്ങൾ ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് ക്രീം റെഡിയാക്കി എടുക്കുക. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഒരു ചോക്ലേറ്റ് കേക്കിന് വേണ്ടിയിട്ട് ക്രീം എടുത്തത് കാരണം ഇതിനകത്തേക്ക് എനിക്ക് ചോക്ലേറ്റ് ഗനാഷും കൂടി ആഡ് ചെയ്യേണ്ടത് കാരണം ഞാൻ ഒരു 30 സെക്കൻഡും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്യുമ്പോൾ ഇതൊന്നും കൂടി ലൂസാവും. അപ്പോൾ ക്രീം ഓൾറെഡി ലൂസാണ്, പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഗനാഷും കൂടി ഒഴിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ലൂസായി പോകും. അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു 30 സെക്കൻഡും കൂടി ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ചോക്ലേറ്റ് ഗനാഷും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ടെക്സ്ചർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ കണ്ടോ, ഇത്തിരിയും കൂടി ഞാൻ ബീറ്റ് ചെയ്തപ്പോഴേക്കും നമുക്ക് ഇച്ചിരിയും കൂടി ഒന്ന് സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ കോട്ട് നമ്മൾ ക്രീം വെച്ച് മാത്രം അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു ഫോമിലേക്ക് നിർത്തുക. അതല്ല നമ്മളിപ്പോൾ മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷോ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോക്ലേറ്റ് കേക്കൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തായാലും ക്രീമിലേക്ക് ഗനാഷ് ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് നിർത്തുക. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഗനാഷ് ആഡ് ചെയ്യുമ്പോൾ ക്രീമിൻ്റെ ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഈ ക്രീം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള എയർ ബബിൾസും കാര്യങ്ങളും ഒന്നുമില്ല. ഭയങ്കര ഒരു സ്മൂത്തായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ്. നമ്മൾ ഒത്തിരി അങ്ങ് ഓവർ ബീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ടെക്സ്ചർ ഇങ്ങനെ ആയിരിക്കില്ല. നമുക്ക് സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടെക്സ്ചറിലേക്ക് പോകാതിരിക്കുക. അപ്പോൾ സ്റ്റാൻഡ് മിക്സർ ചെയ്യുമ്പോഴും നമ്മൾ കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് മിക്സറിൽ ക്രീം ഓവർ ബീറ്റ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. അങ്ങനെ നമ്മൾ ഈ ക്രീമിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി കേക്ക് ക്രം കോട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ ഫൈനൽ കോട്ടും കൂടി നിങ്ങൾ ആ ഒരു ക്രീം വെച്ചിട്ട് ഒന്ന് ചെയ്ത് കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സൈഡിലൊക്കെ ഒന്ന് ക്രീം കൊടുക്കുന്നുണ്ട്. ഫ്രോസ്റ്റിംഗ് ഒക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർ മേലിൽ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ സൈഡിൽ അപ്ലൈ ചെയ്യും. എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നുന്നത് ഇതുപോലെ സൈഡിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ മേൽഭാഗത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഫിനിഷിംഗ് ലുക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഈ നൈഫ് വെച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ക്രീം എത്രത്തോളം സ്മൂത്ത് ആണെന്നുള്ളത്. ഒരുപാട് സ്റ്റിഫായ ക്രീം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ക്രീമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നൈഫ് വെച്ച് തന്നെ ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളുടെ കയ്യിലുള്ള ഏത് സ്ക്രാപ്പർ വെച്ചിട്ട് നമുക്ക് സൈഡ് ഒന്ന് ലെവലാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു നോർമൽ സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡ് ഒന്ന് ലെവലാക്കി ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ ബീറ്റ് ചെയ്ത ക്രീം വെച്ചിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തതാണ്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ചെയ്തത്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ബേക്കേഴ്സിന് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഡിസൈനിലുള്ള സ്ക്രാപ്പറും കൂടി വെച്ചിട്ട് കേക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാലൻസ് വരുന്ന ആ ബേസിലുള്ള ക്രീമൊക്കെ നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ മേലിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ കേക്ക് ഒന്ന് സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.